പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയായ ജിഷയുടെ കൊലപാതകത്തോടനുബന്ധിച്ച് പീഡനത്തെയും ബലാത്സംഗത്തെയും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തെയുമെല്ലാം കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും കേരളത്തിൽ സജീവത വന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ വിഷയത്തിലുള്ള ഇസ്ലാമികമായ മാനം സംസാരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. വിശേഷിച്ചും ഇന്നലെ സിനിമാ നടനായ സുരേഷ് ഗോപി പിടിക്കപ്പെട്ടാൽ ഇത്തരം കുറ്റവാളികൾക്ക് സൗദി അറേബ്യയിൽ നടപ്പാക്കുന്നത് പോലെയുള്ള ശിക്ഷ നടപ്പാക്കണം എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഇക്കാര്യത്തിലുള്ള ഇസ്ലാമികമായ കാഴ്ചപ്പാടെന്ത് എന്ന് പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. തീർച്ചയായും വ്യഭിചാരത്തെ, സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണത്തെ ഇസ്ലാം വളരെ ശക്തമായി വെറുക്കുകയും അതിനെതിരെ കർക്കശമായ നിയമ നടപടികൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും വാദിക്കുകയും ചെയ്യുന്നു. ഇവിടെ കർക്കശമായ നിയമ നടപടികൾക്ക് മുൻപ് ഉണ്ടാകേണ്ട ചില സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ചുകൂടി ഇസ്ലാം സംസാരിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കാതിരുന്നുകൂടാ. കേവലം ലൈംഗികതയെ ഉത്തേജിപ്പിക്കുന്ന എല്ലാ വിധത്തിലുള്ള സാമൂഹ്യ സാഹചര്യങ്ങളും ഉണ്ടാവുകയും ആ ലൈംഗികതയുടെ ഉത്തേജനത്തിൽ നിന്ന് കുറ്റവാളികളായി തീരുന്ന ആളുകൾ ഉണ്ടാവുകയും അങ്ങനെയുള്ള കുറ്റവാളികളെ പിടിച്ച് ശിക്ഷിക്കുകയും ചെയ്യുക എന്ന ഏർപ്പാടല്ല ഇസ്ലാം പറയുന്നത്. മറിച്ച് നിയതമായ ലൈംഗികതക്ക് കൃത്യമായ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും തങ്ങളുടെ ഇണകളിലൂടെ ലൈംഗിക സംതൃപ്തി കണ്ടെത്തുവാനുള്ള അവസരങ്ങൾ തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഒന്നാമതായി സൃഷ്ടിക്കുന്നു ഇസ്ലാം. അതോടൊപ്പം തന്നെ നിയമവിധേയമല്ലാത്ത ലൈംഗികത ഉത്തേജിപ്പിക്കപ്പെടുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. പരസ്യമായ ലൈംഗിക ചുവയുള്ള ചിത്രങ്ങൾ ഇല്ലാതെയാക്കുക, ലൈംഗികത പ്രദർശന വസ്തുവാക്കുന്ന അവസ്ഥയില്ലാതാക്കുക, സ്ത്രീകളുടെ സൗന്ദര്യം, പുരുഷനിൽ കാമാർത്തി വളർത്തുന്ന രൂപത്തിലുള്ള സൗന്ദര്യ പ്രകടനം പൂർണ്ണമായി ഇല്ലാതെയാക്കുക, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ലൈംഗികതയുടെ അതിപ്രസരമില്ലാത്തൊരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാക്കുകയും എന്നിട്ടും പെണ്ണിനെതിരെ പീഡിപ്പിക്കുന്ന ആളുകളെ കൃത്യമായി ശക്തമായി നടപടികളിലൂടെ അവരെ നിലക്ക് നിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഈ രംഗത്തുള്ള കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ വ്യഭിചാരത്തിനും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുമെതിരെയുള്ള ശിക്ഷ ഇസ്ലാം കുറച്ച് കഠിനമായി തന്നെയാണ് അവതരിപ്പിക്കുന്നത്. അത് വിവാഹിതരല്ലെങ്കിൽ അവർക്കെതിരെ, സ്ത്രീകൾക്കെതിരെ അതിക്രമണം നടത്തിയ വ്യഭിചാരത്തിൽ ഏർപ്പെട്ട ആളുകളെ 100 അടി പരസ്യമായി അടിക്കണമെന്നും അതല്ല അവർ വിവാഹിതരാണെങ്കിൽ അവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുമാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം ശിക്ഷകൾ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, ഈ തിന്മകൾ തീർച്ചയായും സമൂഹത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ ഭീകരമാണ് എന്നതാണ്. ഇപ്പോൾ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളോട് ഒരു തരത്തിലുള്ള നിസ്സംഗതാഭാവം പലപ്പോഴും സമൂഹത്തിൽ ഉണ്ടാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ തന്നെ ഇക്കഴിഞ്ഞ വർഷം മാത്രം 4448 ലൈംഗിക അതിക്രമങ്ങൾ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക്. ഈ ഒരവസ്ഥക്ക് നിമിത്തമാകുന്നത് ലൈംഗികതയുടെ അതിപ്രസരവും ലൈംഗിക കുറ്റകൃത്യങ്ങളായി കാണാത്ത അവസ്ഥാവിശേഷവുമാണ്. അതിനു പകരം ലൈംഗിക കുറ്റകൃത്യങ്ങളെ സമൂഹത്തോടുള്ള അതിക്രമമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അത് വ്യക്തിപരമായ ഒരു ഏർപ്പാടല്ല, പരസ്പരം സംതൃപ്തിയോടുകൂടി നടത്തുന്ന ഏർപ്പാട് എന്ന രൂപത്തിൽ പോലും കാണുന്നില്ല ഇസ്ലാം അതിനെ. വ്യഭിചാരം അത് സ്ത്രീ പുരുഷ സമ്മതത്തോടു കൂടിയാണെങ്കിൽ പോലും അത് സമൂഹത്തോടുള്ള കുറ്റകൃത്യമാണ് എന്നും സമൂഹത്തിൽ അത് വലിയ നിയമലംഘനങ്ങൾ ഉണ്ടാക്കുമെന്നും സമൂഹ ധാർമ്മികതയെ അത് തകർത്ത് കളയുമെന്നും ഇസ്ലാം കരുതുന്നു. അതുകൊണ്ട് തന്നെ അത്തരം അവസരങ്ങളിൽ പോലും പെണ്ണും പുരുഷനും ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാമിൻ്റെ ഈ രംഗത്തുള്ള കാഴ്ചപ്പാട്. അതേസമയം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമമാകുമ്പോൾ അത് കേവലം ലൈംഗിക കുറ്റകൃത്യം മാത്രമല്ല, അത് അതിക്രമം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ശിക്ഷ കൂടുതൽ കടുപ്പമുള്ളതാവുകയും ചെയ്യും. ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിന് ആ രംഗത്ത് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ശിക്ഷ കുറ്റകൃത്യം ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. കുറ്റവാളിക്ക് കൃത്യമായ ശിക്ഷ നേടിക്കൊടുക്കുക എന്നതിനേക്കാൾ അധികം ആ കുറ്റകൃത്യം ആവർത്തിക്കപ്പെടുന്ന സാമൂഹ്യ സാഹചര്യത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇസ്ലാം ഈ രംഗത്ത് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കുറ്റകൃത്യങ്ങൾ ഇല്ലാതെയാക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ശിക്ഷകൾ പരസ്യമായി നടപ്പാക്കണമെന്നും അത് ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിക്കൂടാ എന്നും ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നത്. പെണ്ണിനെതിരെ
അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ, സ്വന്തം സഹോദരിയാണെങ്കിൽ, സ്വന്തം മകളാണെങ്കിൽ, സ്വന്തം ചുറ്റുപാടുള്ളവരാണെങ്കിൽ, നമ്മുടെ ആളുകളാണെങ്കിൽ നമ്മൾ ആ അതിക്രമത്തിനെതിരെ വല്ലാതെ രോഷം കൊള്ളും. പക്ഷേ പലപ്പോഴും കുറ്റവാളി ശിക്ഷിക്കപ്പെടാതെ അല്ലെങ്കിൽ ജയിലിന്റെ ശീതളിമക്കകത്ത് ജീവിക്കുന്ന അവസ്ഥാവിശേഷമാണ് ഉണ്ടാകുന്നത് എന്ന വസ്തുത ആ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുവാൻ സമൂഹത്തിലുള്ള കുറ്റകൃത്യവാസം ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. കുറ്റവാളിക്ക് കൃത്യമായ ശിക്ഷ നേടിക്കൊടുക്കുക എന്നതിനേക്കാൾ അധികം ആ കുറ്റകൃത്യം ആവർത്തിക്കപ്പെടുന്ന സാമൂഹ്യ സാഹചര്യത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇസ്ലാം ഈ രംഗത്ത് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കുറ്റകൃത്യങ്ങൾ ഇല്ലാതെയാക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ശിക്ഷകൾ പരസ്യമായി നടപ്പാക്കണമെന്നും അത് ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിക്കൂടാ എന്നും ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നത്. പെണ്ണിനെതിരെ അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ, സ്വന്തം സഹോദരിയാണെങ്കിൽ, സ്വന്തം മകളാണെങ്കിൽ, സ്വന്തം ചുറ്റുപാടുള്ളവരാണെങ്കിൽ, നമ്മുടെ ആളുകളാണെങ്കിൽ നമ്മൾ ആ അതിക്രമത്തിനെതിരെ വല്ലാതെ രോഷം കൊള്ളും. പക്ഷേ പലപ്പോഴും കുറ്റവാളി ശിക്ഷിക്കപ്പെടാതെ അല്ലെങ്കിൽ ജയിലിന്റെ ശീതളിമക്കകത്ത് ജീവിക്കുന്ന അവസ്ഥാവിശേഷമാണ് ഉണ്ടാകുന്നത് എന്ന വസ്തുത ആ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുവാൻ സമൂഹത്തിലുള്ള കുറ്റകൃത്യവാസനയുള്ള ആളുകൾക്ക് പ്രചോദനമാകുന്നു എന്നുള്ളതാണ് വസ്തുത. അവിടെയാണ് ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത്. ഇസ്ലാമികമായ ശിക്ഷകൾ പരസ്യമായി നടപ്പാക്കപ്പെടുമ്പോൾ അത് കുറ്റവാളിക്കുള്ള ശിക്ഷ മാത്രമല്ല, സമൂഹത്തിനുള്ള വലിയൊരു പാഠം കൂടിയാണ്. അതോടൊപ്പം തന്നെ കുറ്റം കൊണ്ട് പ്രയാസം അനുഭവപ്പെടുന്നവർക്ക് അത് കൃത്യമായ മനസ്സമാധാനം നൽകുകയും ചെയ്യുന്നു. ജഹിയുടെ അമ്മ വിളിച്ചു പറയുന്നത് എൻ്റെ മകളെ കൊന്നുകളഞ്ഞ ആളുകളെ തിരിച്ചു കൊല്ലണമെന്നാണ്. പക്ഷേ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് അതിനെ കഴിയുമോ? അത് കോടതി തീരുമാനിക്കേണ്ടതാണ്. അതേസമയം കുറ്റകൃത്യത്തെ കൊണ്ട് പ്രയാസം അനുഭവപ്പെട്ട ഒരു അമ്മയുടെ വേദന, ആ വേദന കാണുന്നു എന്നുള്ളതാണ് ഇസ്ലാമിക നിയമത്തിന്റെ സവിശേഷത. കുറ്റവാളിയോടുള്ള ദയാദാക്ഷിണ്യമാണ് പലപ്പോഴും മാനവികതയുടെ പേരിൽ ജനാധിപത്യ സമൂഹങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എങ്കിൽ ഇസ്ലാം കുറ്റം ചെയ്തവരോടുള്ള ദയാദാക്ഷിണ്യമല്ല, കുറ്റം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ യഥാർത്ഥത്തിലുള്ള പരിഹാരമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക നിയമങ്ങൾ മാനവികമായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ പോലും ഇസ്ലാമിക നിയമങ്ങളെ കരിവാരിത്തേക്കുവാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് മറുപടി നൽകുന്നു യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന സാമൂഹ്യ മനസ്സുള്ള ആളുകളുടെ പ്രതികരണം എന്നുള്ളതാണ് വാസ്തവം. ഇത്തരം സന്ദർഭങ്ങളിലെങ്കിലും ഇസ്ലാമികമായ ശിക്ഷകളാണ് നല്ലത് എന്ന് തോന്നുന്നുവെങ്കിൽ അതിന് കാരണം ഇസ്ലാം മാനവികതയുടെ ദർശനമാണ് എന്ന് തിരിച്ചറിയുവാൻ ഈ അവസരം നമ്മൾ ഉപയോഗിക്കുകയും അത് തിരിച്ചറിയിപ്പിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ ഇല്ലാതെയാകുവാൻ സമൂഹത്തിൽ ലൈംഗികതയുടെ അതിപ്രസരം ഇല്ലാതെയാവുകയും ലൈംഗികതയുടെ പ്രകടനത്തിന് വേണ്ടിയുള്ള പ്രദർശനത്തിന് വേണ്ടിയുള്ള സാമൂഹ്യ സ്ഥാപനങ്ങൾ ഇല്ലാതെയാവുകയും ചെയ്യണം ഒന്നാമതായി. അതോടൊപ്പം തന്നെ കുറ്റകൃത്യങ്ങൾക്ക് കൃത്യമായ ശിക്ഷ നൽകപ്പെടുന്ന സാഹചര്യം ഉണ്ടാകണം. അതാണ് ഇസ്ലാം ഈ രംഗത്ത് നൽകുന്ന പരിഹാര നിർദ്ദേശം. അത് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ഈ സാഹചര്യങ്ങളെ ഇല്ലാതാക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് വസ്തുത.